മനക്കോട്ടയിൽ നിന്നും അർപ്പിതറിയുന്നതാണ്. ഞാൻ ഇപ്പോഴും ഒരു എഡിറ്ററായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എങ്ങനെയെങ്കിലും ഇത് വിസിബിൾ ആവണം, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളീ നാലാൾ തിരിച്ചറിയണം എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. +1 സമയത്ത് എൻ്റെ വീട്ടിലൊരു ചെറിയൊരു കമ്പ്യൂട്ടർ അച്ഛൻ അന്നത്തെ കാലത്ത് മേടിച്ചു തന്നിരുന്നു. കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ക്രേസായി, ഭ്രാന്തായി, ചോരയിലൊക്കെ കയറുന്നത്. അമ്മ ഏതൊരു പേപ്പറിൽ ഏതൊരു കോളത്തിൽ ഒപ്പിടാൻ പറഞ്ഞു. എവിടെ ഒപ്പിട്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൈൻ ചെയ്ത് മാത്രമേ ഞാൻ ഈ എഡിറ്റിംഗ് ചാനൽ തുടങ്ങിയ സമയത്ത് അധികം എഡിറ്റിംഗ് ചാനലുകളില്ല. ഒരു വ്യൂസ് ഞാൻ പ്രതീക്ഷിക്കണില്ല. അപ്പോൾ മനക്കോട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രയാസപ്പെട്ട് കിട്ടുന്നൊരു കോട്ട തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പനിയായിട്ട് തുടങ്ങിയിട്ടില്ല. കമ്പനിയായിട്ട് തുടങ്ങിയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാഫിനെ കൊണ്ട് പണിയെടുപ്പിക്കില്ല, ഞാൻ തന്നെ പണിയെടുക്കും. ടീമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ സിനിമകൾ എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത 3 തമിഴ് സിനിമ തന്നെ ഒറ്റയ്ക്കാണ്. കംപ്ലീറ്റ് എഡിറ്റിംഗ് മാത്രമല്ല, VFX കേട്ടോ. കംപ്ലീറ്റ് VFX ഒരാൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ താൻ പാതി AI പാതി എന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളല്ലേ. തല്ലുമാലയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിരിക്കും ഡയറക്ടറിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ എഡിറ്റർ ഉണ്ടായിരിക്കും, എന്നാലേ അവർക്കത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് എങ്ങനെ ട്രാൻസാക്ഷൻ വേണം എന്നുള്ളത് മുൻകൂട്ടി ഒന്നില്ലെങ്കിൽ അവരുടെ എഴുത്തിലുണ്ടായി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിലുണ്ടായി. ഇത് എഡിറ്ററായിട്ടും ക്യാമറമാനായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ ഈ മേഖലയ്ക്ക് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം അന്യൻ എന്ന് പറഞ്ഞ സിനിമ. ഈ വെബ് ക്യാമിൽ അമ്മമ്മയുടെ മുടിയൊക്കെ മുറിച്ചിട്ട് ഈ വെബ് ക്യാമിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് താഴേക്ക് വീടും. മൂവി മേക്കർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു പണ്ട്. മൂവി മേക്കറിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വീഡിയോ ഓരോ ഫ്രെയിം ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ഈ ഫ്രെയിം ഇവിടെ ഇടും അങ്ങനെ ഇട്ടിട്ട് അത് റിവേഴ്സ് ചെയ്യും. അതായത് നമ്മൾ മ്യൂസിക്കിനനുസരിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഫുൾ ബീറ്റും ആ മൂടൊക്കെ മ്യൂസിക്കിനനുസരിച്ച് അത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാന്ന് ദേഷ്യം വരില്ല. അതിന്റെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ ആത്മാർത്ഥ്യം കുറച്ച് കുറയില്ല. കാണുന്ന പ്രേക്ഷകർ VFX മോശമായി, എഡിറ്റിംഗ് മോശമായി, ഇതിന് റിസ്ക് അറിയില്ല. ആ ഒരു ചീത്തപ്പേര് കേൾക്കണത് നമ്മളാണ്. ഒരു എഡിറ്റർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. എഡിറ്റർ പ്ലസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ലെവൽ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് ചാൻസ് ചോദിച്ച് പിന്നാലെ നടത്തും. അവിടെയൊക്കെ നമുക്കൊരു പുച്ഛം എന്ന രീതിയിലുള്ള സംഭവം. അപ്പൊ ഇപ്പൊ ഞാൻ എഡിറ്ററായിട്ട് അറിയപ്പെടുന്നു. ഇനി നാളെ അടുത്ത സ്റ്റെപ്പ് ആ ലെവലിലേക്ക് അറിയപ്പെടണം തന്നെയാണ് ആഗ്രഹം. നാളെ ഞാനൊരു സിനിമ ഭാവിയിൽ ചെയ്യുമ്പോൾ അതിന്റെ കഥ വലുതല്ലെങ്കിലും എഡിറ്റിംഗിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് ഒക്കെ റെഫർ ചെയ്യുന്നവർക്ക് ഏറ്റവും സുപരിചിതനായ മനക്കോട്ടയിൽ നിന്നും അതെ, മനക്കോട്ടയുടെ സ്വന്തം അർപ്പിത് അരവിന്ദാണ് എന്നോടൊപ്പം. നമസ്കാരം, സ്വാഗതം. എനിക്ക് തോന്നുന്നു ഏതൊരു വിഷ്വൽ പ്രോഡക്റ്റും അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, അത് ക്രിയേറ്റ് ആവുന്നത് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു എഡിറ്റർ ആവാമെന്നൊരു ചിന്തയിലേക്ക് അർപ്പിത് എത്തുന്നത്? എഡിറ്റർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മോഹങ്ങളൊക്കെ ആയിരുന്നു. ഈ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള സംഭവം അതിൻ്റെ ലോഗോയിൽ കാണാം, ഒരു ഇതിങ്ങനെ കറങ്ങുന്നത്, റീല് കറങ്ങുന്നത് കാണാം. അപ്പോൾ ആ ഒരു മോഹം കുട്ടിക്കാലത്ത് തൊട്ട് ഇങ്ങനെ സിനിമ കയറണം. അപ്പോൾ വീട്ടുകാരൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച്, പക്ഷേ അവിടെ എത്താൻ പറ്റിയില്ല. കാരണം അന്നത്തെ നമ്മുടെ രൂപം കൊണ്ടാവാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമുക്കൊന്നും ആവാൻ പറ്റിയില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ കുറച്ച് അഭിനയം അങ്ങനത്തെ സംഭവങ്ങൾ, നാടകമൊക്കെ കളിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ സ്വന്തം കാര്യങ്ങൾ എങ്ങനെ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ചിട്ടുള്ള ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, എൻ്റെ കൂട്ടുകാരനുണ്ട്, അവനും കൂടെ ഇങ്ങനെ കുഞ്ഞു ക്യാമറയൊക്കെ വെച്ചിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. അന്നൊരു +1 സമയത്ത് എൻ്റെ വീട്ടിലൊരു ചെറിയൊരു കമ്പ്യൂട്ടർ അച്ഛൻ അന്നത്തെ കാലത്ത് മേടിച്ചു തന്നിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ കുഞ്ഞു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ക്രേസ് എന്ന് ഭ്രാന്തായി, ചോരയിലൊക്കെ കയറുന്ന പറയില്ലേ, അങ്ങനെയൊക്കെ ആയി അവസാനം വീട്ടുകാർ പഠിത്തത്തിലൊന്നും അത്ര വലിയൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഏട്ടൻ നന്നായിട്ടൊക്കെ പഠിക്കുമായിരുന്നു. അപ്പം ഏട്ടൻ നിലനിർത്താനുള്ളൊരു പരിപാടി വീട്ടുകാർ ചെയ്തു കൊടുത്തു. പക്ഷെ രണ്ടാമത്തവൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അമ്മ ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഏതൊരു പേപ്പറിൽ ഏതൊരു കോളത്തിൽ ഒപ്പിടാൻ പറഞ്ഞു. എവിടെ ഒപ്പിട്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ ഉറക്കത്തിൽ എവിടെയോ ഒപ്പിട്ട് കൊടുത്തു. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിക്കുന്നത്, അതായത് മലയാള മനോരമയിൽ ജസ്റ്റ് ഒരു കോളത്തിൽ ഇങ്ങനെ മൾട്ടിമീഡിയ പഠിക്കുന്ന ഒരു കമ്പനി. അതിൽ താഴെ അമ്മ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. താഴെ സൈൻ ചെയ്ത് അങ്ങനെ എഡിറ്റർ ആയ ഒരാളാണ്. എനിക്ക് തോന്നുന്നു എഡിറ്റേഴ്സിൽ തന്നെ റെക്കഗ്നൈസ്ഡ് ആവുക എന്ന് പറയുന്നത് വളരെ റയറാണ്. ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ട്. അപ്പം യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ മനക്കോട്ട എന്നൊരു പേരിലൊരു ചാനൽ വരുന്നു. ആ ചാനൽ അങ്ങ് വൻ ഹിറ്റ് ആവുന്നു. എനിക്ക് തോന്നുന്നു ഈ മനക്കോട്ട അധികം ആൾക്കാർ ഈ യൂട്യൂബിലൊക്കെ പേര് റെഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേരുകളൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ക്രിയേറ്റീവ് നെയിംസ് ഒക്കെ ഇടാറുണ്ട്. മനക്കോട്ട അതുപോലൊരു നെയിം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് മനക്കോട്ടയിലേക്ക് എത്തിയത്? ഞാൻ തുടക്കം പറഞ്ഞ സ്വപ്നല്ലേ, അതുണ്ട് ആ വാക്കിൽ അല്ലേ. മനക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനക്കോട്ട എന്നുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അത് ആക്ച്വലി ആൾക്കാരൊക്കെ നീ മനക്കോട്ട കാണുന്നു എന്നൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് പറയാറുണ്ട്. അത് ഇപ്പൊ കേട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. മനക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞ കമ്പനി പോലെ തന്നെ ഡ്രീം വർക്ക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്ന തുല്യമായിട്ടുള്ള വർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ. അതേപോലെ തന്നെയാണ് മനക്കോട്ട. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും
പടുത്ത് വെക്കുകയാണ് അല്ലേ. അത് പലരും നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നീ അങ്ങനെ ഒരുപാട് മനക്കോട്ട കെട്ടണ്ട, അതുകൊണ്ട് കാര്യമില്ല, അങ്ങനത്തെ നെഗറ്റീവ് സംഭവം അതിനകത്തുണ്ട്. അതൊരു കഷ്ടപ്പാടാണ് ആയിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത് അല്ലേ. മനക്കോട്ട എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നീ എപ്പോഴെങ്കിലും ശരിയാണ്, ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ കുറേ പാളിച്ചകൾ വരാറുണ്ട്. അത്ര റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത്. പ്രധാനമായിട്ട് റിസ്കിൻ്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ എഡിറ്റിംഗ് ചാനൽ തുടങ്ങിയ സമയത്ത് അധികം എഡിറ്റിംഗ് ചാനലുകളില്ല. അപ്പോൾ എനിക്കൊരു വ്യൂസ് ഞാൻ പ്രതീക്ഷിക്കണമില്ല. ഇതിപ്പോൾ ആര് കാണാനാണ്? പക്ഷേ ആ ഒരു ഇതിൽ മെല്ലെ ഇപ്പോഴാണ് എനിക്കിപ്പോൾ എൻ്റെ 2ാമത്തെ ഇൻ്റർവ്യൂ ആണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായി അല്ലേ. നിങ്ങളൊന്നും ഇപ്പോഴാണ് തിരിച്ചറിയണേ. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കും നിങ്ങൾ എന്നെ മുന്നേ വിളിച്ചത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മനക്കോട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രയാസപ്പെട്ട് കിട്ടുന്നൊരു കോട്ട തന്നെയാണ്. ഇപ്പോഴും മനക്കോട്ട കെട്ടിക്കൊണ്ട് തന്നെ അത് ഇൻഫിനിറ്റ്, അത് അവസാനിക്കില്ലല്ലോ. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി അവരോട് ചോദിച്ചാൽ അവർക്ക് ഇനി സ്വപ്നങ്ങളില്ലേ? ഇല്ലേ? അവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ അവസാനിക്കില്ലല്ലോ. മനക്കോട്ടപ്പോ ഇതിനാക്റ്റായിട്ടൊരു പേര് എന്തോ എനിക്ക് എവിടെ നിന്ന് കിട്ടിയ പോലെ തോന്നി. അതുപോലെ തന്നെ മനക്കോട്ടയുടെ ആ ഒരു ലോഗോയും സ്വന്തമായിട്ട് ലോഗോ ഡിസൈൻ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം മൈൻഡിൽ വന്നത്? ആ ലോഗോയും വളരെ ഡിഫറെന്റ് ആണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സിനിമാ മോഹം ഒക്കെ ആ ലോഗോയിലുണ്ട്. അപ്പം എന്തൊക്കെയായിരുന്നു ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തപ്പോൾ മനസ്സിലുണ്ടായിരുന്നത്? ഫസ്റ്റ് ഞാൻ ഈ ലോഗോ പേര് ഒരു രാവിലെ എണീറ്റപ്പോൾ കിട്ടിയൊരു പേരാണ്. കാരണം ആ പേര് കിട്ടിയപ്പോൾ തന്നെ അതിനകത്ത് എല്ലാം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് ആ ലോഗോ ചെയ്തപ്പോൾ തന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്ത് വരണമെന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഫിലിം റീൽ, മെയിനായിട്ട് ആ ഫിലിം റീല് കറങ്ങുന്നുണ്ട്. പിന്നെ ആ കോട്ടയുടെ ഭാഗത്ത് ഒരു ഫിലിമുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഏറ്റവും ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു വാക്കൊരു ലോഗോയിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സാധാരണ എല്ലാ ലോഗോ, ഇപ്പം സൈനയ്ക്ക് നിങ്ങൾക്ക് ഒരു ലോഗോ ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ ഏതൊരു ലോഗോൻ്റെ താഴെ പേര് എഴുതി വെക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അല്ലേ. ഇപ്പൊ ലോഗോ താഴെ പേര് എഴുതണം. എൻ്റെ മലയാളികൾക്ക് എൻ്റെ ലോഗോ കണ്ടാൽ മതി, അവിടെ താഴെ പേര് എഴുതേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെയും കൂടെ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഒരു അടിത്തറ, അതിനകത്ത് താഴെ ഒരു അടിത്തറ കാണാം. അടിത്തറേൻ്റെ മുകളിലാണ് ഈ ഒരു മനക്കോട്ട എന്ന് എഴുതിച്ചിട്ടുള്ളത്. ഒരു താഴെ ഒരു ബോക്സ് കാണാം, അതിൻ്റെ മുകളിലാണ് മനക്കോട്ട എഴുതി. അത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ എത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എഡിറ്ററുടെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര, നമ്മളൊക്കെ ഇപ്പം സ്റ്റുഡിയോയിലാണെങ്കിലും അതാ പറഞ്ഞത്, ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം ലേറ്റ് നൈറ്റ് നമ്മൾ എന്തെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും എഡിറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന കാണാം. ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിൽ അവരുണ്ടാവാം. അപ്പോൾ അവരുടെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എഡിറ്റേഴ്സിനെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ കാണാറുണ്ട്. അപ്പം ലൈഫ് ഓഫ് ആൻ എഡിറ്റർ ചോദിച്ചാൽ എങ്ങനെയാണ് ശരിക്കും? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും ഒരു എഡിറ്ററായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഇത് വിസിബിൾ ആവണം, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളീ 4 ആൾ തിരിച്ചറിയണം എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഒരു എഡിറ്ററുടെ പേര് പറയാൻ നിങ്ങൾക്ക് അറിയില്ല ഇല്ലേ? അപ്പോൾ എന്നോട് വെച്ചാൽ എനിക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ അത് പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞ സംഭവം വളരെ കുറവാണ് എഡിറ്റർമാർക്ക്. അപ്പം ആ ഒരു മേഖലയിൽ അറിയപ്പെടുന്നുള്ളത് എനിക്കും വലിയ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറയുക അങ്ങനെ പഠിപ്പിച്ച് ഇപ്പം ഒരു എഡിറ്ററിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു സിനിമ നന്നാക്കാനും മോശമാക്കാനും ഒരു എഡിറ്റർ വിചാരിച്ച് സാധിക്കും. ഏതൊരു സിനിമയാണെന്നുണ്ടെങ്കിലും അത് അല്ലേ, ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റും. പക്ഷെ അത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടും ഈ ലിസ്റ്റ് വരുമ്പോൾ ഡയറക്ടർ അല്ലേ, ക്യാമറാമാൻ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണാം ഏതെങ്കിലും എഡിറ്ററിൻ്റെ പേര്. അപ്പോൾ ശരിക്കും അത്ര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ എഡിറ്റിങ്ങിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. അല്ലാണ്ട് എഡിറ്റിംഗ് വെച്ചൊരു പേര് കിട്ടണമെന്ന് വെച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കാരണം വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ എഡിറ്റേഴ്സും നല്ല ഡയറക്ടേഴ്സ് ആവാൻ കേപ്പബിൾ ആയവരാണ്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്കാണ്, നിങ്ങളുടെ എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരിലേക്ക് അത് എത്താൻ പോകുന്നതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടർ സ്കിൽ, അപ്പം എങ്ങനെയാണ് ഒരു സിനിമയൊക്കെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ കയ്യിൽ കിട്ടുമ്പം ഏതൊക്കെ രീതിയിലായിരിക്കും എഡിറ്ററുടെ തോട്ട് പ്രോസസ്സ് പോകുന്നത്? വിനീത് ശ്രീനിവാസൻ ഇപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നുള്ള സിനിമ ഉണ്ട്. പുള്ളിയുടെ അസോസിയേറ്റ് ആരായിരുന്നു അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്, പിന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ ആ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റിംഗ് ടേബിളിൽ സംഭവിച്ച സിനിമയാണ് ഈ മുകുന്ദനുണ്ണി എന്നുള്ള പടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ സിനിമ കാണുമ്പോൾ തന്നെ ഒരു നറേഷൻ രീതിയിലാണ് പോണത്. സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ആ നറേഷൻ എന്ന് പറഞ്ഞ സംഭവമേ അവരുടെ മനസ്സിലില്ല. എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നപ്പോഴാണ് അങ്ങനത്തെ ലെവലിലേക്ക് സിനിമ മാറിപ്പോയത്. അത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു എഡിറ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജെയിംസ് ക്യാമറോൺ എന്ന് പറഞ്ഞ സംവിധായകൻ, പുള്ളി ഒരു എഡിറ്ററാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡിറ്റർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പണിയണമെന്നുണ്ടെങ്കിൽ എഡിറ്റർ പ്ലസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ലെവൽ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും, 100%. അപ്പം ആ രീതിയിൽ അപ്പം ഈ വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ഈ പുള്ളിയെ കുറിച്ചാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു എഡിറ്റർക്ക് ബെസ്റ്റ് ഡയറക്ടർ ആവാൻ പറ്റും. ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒത്തുചേർന്ന് വന്നു കഴിഞ്ഞാൽ
ഒരു കാലത്ത് ഞാനും അങ്ങനെ എന്തെങ്കിലും ഡയറക്ടർ മോഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡയറക്ടർ മോഹമാണ്, ഫസ്റ്റ് ഡയറക്ടർ മോഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പല വഴി കൂടെ നടന്നു. ഒരു എളുപ്പ വഴി നമുക്ക് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളൊക്കെ സാമ്പത്തികമായിട്ട് അത്ര വലിയ ഒരു ഇതല്ലാത്തതുകൊണ്ട് നമുക്കിത് എത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞുള്ള എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ തുടക്കമൊക്കെ ഒരുപാട് ചാൻസ് ചോദിച്ച് പിന്നാലെ നടന്നു. അവിടെയൊക്കെ നമുക്കൊരു പുച്ഛം എന്നുള്ള രീതിയിലുള്ള സംഭവം. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ താഴെയായി നമ്മൾ. ഞാൻ അങ്ങനെ കുറച്ച് പറയില്ല, ആയി നമ്മൾ, അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഒരു കാലത്താണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് നമുക്കിനി ചോദിക്കണ്ട, ഇങ്ങോട്ട് വരും എന്നുള്ളൊരു സംഭവത്തിൽ. അപ്പോൾ ഇപ്പം ഞാൻ എഡിറ്ററായിട്ട് അറിയപ്പെടുന്നു. ഇനി നാളെ അത് അടുത്ത സ്റ്റെപ്പ് ലെവലിലേക്ക് അറിയപ്പെടണം തന്നെയാണ് ആഗ്രഹം. അത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ അർപ്പിതിനെ സംബന്ധിച്ചാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു സാറാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. കാരണം കോമന്റ് ബോക്സിൽ നോക്കിയാലും അറിയാൻ പറ്റും. കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ അടുത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇവിടുത്തെ എഡിറ്റേഴ്സ് അടക്കം പറയാറുള്ളതാണ്, എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് ഒക്കെ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് നീ യൂട്യൂബ് നോക്കും, മനക്കോട്ടയിലേക്ക് പോയാൽ മതി, അവിടെ ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന്. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ എന്താണെങ്കിലും അർപ്പിതിന് സാധിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഏതൊരു ഫീൽഡിൽ നിന്നാണ് ശരിക്കും യൂട്യൂബ് ചാനലിലേക്ക് വന്നത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വിസിബിൾ ആവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ സ്വപ്നം കാണുന്നത്. എന്താ, നമ്മളെ നാലാൾ കാണണം എന്നുള്ള ഉദ്ദേശം. അപ്പം ആകെ അറിയുന്ന പണി ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ശരി പല മേഖലകളിൽ സഞ്ചരിച്ചെങ്കിലും എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മേഖല ഇതാണ്. ഇപ്പം ഞാൻ ഈ അഭിനയം എന്നുള്ള സംഭവം എനിക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു കാലത്ത് ഞാൻ നാടകവും സ്റ്റേജുകളൊക്കെ കയറി കളിച്ച് അങ്ങനത്തെ ഒരു ഇത് വന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കുറച്ചുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ എഡിറ്റിംഗ് സ്കില്ലും. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യാം, വേറൊരു നിവൃത്തിയില്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം തുടങ്ങാം. അങ്ങനെയെങ്കിലും നാലാൾ അറിയട്ടെ, അത് വെച്ചിട്ട് എൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് ബാക്കി. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ വരുന്നത്. യൂട്യൂബ് ഞാൻ 2019 സ്റ്റാർട്ട് ചെയ്യണേ. അന്നൊക്കെ ഒരു വിധം യൂട്യൂബ് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു. പക്ഷേ ഒരു 8 മാസത്തോളം യൂട്യൂബിൽ യാതൊരു വിധ ഗ്രോത്തും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചിട്ടുമില്ല. കാരണം എനിക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങണം, ഒരു ജനപ്രിയമായിട്ടുള്ളൊരു സംഭവം അല്ല സ്റ്റാർട്ട് ചെയ്യണം. 8 മാസം കഴിഞ്ഞ് പിന്നെയാണ് അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് കൊറോണയൊക്കെ കുറച്ചും കൂടെ വ്യാപിച്ചു തുടങ്ങി. ആ സമയത്താണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ നമ്മളെയൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയത്. കാരണം അവരൊക്കെ വെറുതെ വീട്ടിലിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാമല്ലോ എന്ന് വെച്ചിട്ടൊക്കെയാണ് നമ്മളെ കാണുന്നത്. കണ്ടിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ എന്നെ എല്ലാവരും അറിയില്ലെങ്കിലും അറിയുന്നവർക്കൊക്കെ അത്യാവശ്യം പ്രിയപ്പെട്ട ഒരാളോ അങ്ങനെ അത് വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പം അർപ്പിതൊക്കെ തുടങ്ങിയ സമയത്തെന്ന് പറഞ്ഞു, അതായത് എഡിറ്റിംഗ് ഒന്നും അത്ര പഠിച്ചു തുടങ്ങിയ സമയത്താണെങ്കിലും ഓപ്ഷൻസ് കുറവാണ്, പഠിക്കാൻ ഓരോ ടൂളും കണ്ടുപിടിക്കണമെങ്കിൽ അത്രയധികം എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾക്ക് മുമ്പ് ഇത്തരം എഡിറ്റിംഗ് ഒന്നും ആരും ഡിസ്കസ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ തന്നെ VFX മാജിക്കുകളെ പറ്റിയും എഡിറ്റിംഗ് ബ്രില്യൻസിനെ പറ്റിയിട്ടും സ്കിൽസിനെ ഒക്കെ പറ്റിയിട്ടും നമ്മൾ ഒരു ടോക്ക് വരുന്നുണ്ട്. അപ്പം അർപ്പിതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ എഡിറ്റർക്കുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ എഡിറ്റർക്കുള്ള ഒരു പാർട്ട് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു എഡിറ്റർ ഒരു ഇപ്പം ഡയറക്ടർ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമായി, അല്ലെങ്കിൽ എഡിറ്റിംഗ് അറിയാത്തൊരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് എഡിറ്റർ പോകണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒന്നാമത്തെ ഘടകം. കാരണം എന്താ വെച്ചാൽ ഇത് കണക്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് സ്കിൽ ആവശ്യമില്ലാത്ത ഒരുപാട് സ്കിൽസ് ആവശ്യമില്ലാത്തവർ, ഞാൻ അങ്ങനെയായിട്ട് പറയില്ല. അപ്പം സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ അവിടെ എഡിറ്റിംഗ് സ്കില്ല് കാണാനല്ല നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നത്, അല്ലേ? അത് നല്ലൊരു സ്റ്റോറി, അത് പറഞ്ഞു വരുന്ന ലൈന് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് തല്ലുമാല പോലത്തെ ഒരു സിനിമ എടുത്തു തല്ലുമാലയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലേക്ക് ഡയറക്ടറിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ എഡിറ്റർ ഉണ്ടായിരിക്കും, എന്നാലേ അവർക്കത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഒരു ഈ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് എങ്ങനെ ട്രാൻസിഷൻ വേണം എന്നുള്ളത് മുൻകൂട്ടി ഒന്നില്ലെങ്കിൽ അവരുടെ എഴുത്തിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിലുണ്ടായിരിക്കും. ഇത് എഡിറ്ററുമായിട്ടും ക്യാമറമാനായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഫിലിം നോർമൽ റീലൊക്കെ ആണെങ്കിൽ തന്നെ നേരെ സിനിമ ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ഒട്ടിക്കുന്നു, അങ്ങനത്തെ രീതി എന്നൊക്കെ മാറി. ഇപ്പോൾ സിനിമ ഒരുപാട് മാറി. അപ്പം എത്രത്തോളം ഇപ്പം എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരണം. ഒരു സിനിമയുടെ കഥ നന്നായിരിക്കണം. കാരണം പ്രേക്ഷകർ ഇപ്പോൾ പഴയ പ്രേക്ഷകരല്ല, അവർ ഓരോ ട്രാൻസിഷൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഇപ്പോൾ 10 മിനിറ്റ്, ഇപ്പോൾ മാലിക് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഷോട്ട് വരുന്നു. അപ്പോൾ ഡയറക്ടർ പറയുന്നത് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ഷോട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റിച്ച് എവിടെ വന്നു എന്നുള്ളത് പ്രേക്ഷകർ കണ്ടുപിടിക്കും, അല്ലേ? ഒരു 15 മിനിറ്റ് ഷോട്ട് ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ തൂണിൻ്റെ മറവിൽ അവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട്, അല്ലേ? അങ്ങനത്തെ സ്കില്ലുള്ള പ്രേക്ഷകരാണ്. അപ്പം അവരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഒരു എഡിറ്റർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇനി വർക്ക് ചെയ്യണം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാനൊരു സിനിമ ഭാവി ചെയ്യുമ്പോൾ അതിൻ്റെ കഥ വലുതല്ലെങ്കിലും എഡിറ്റിങ്ങിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എഡിറ്റിംഗ് ഞാൻ പൊളിക്കുന്നു. അപ്പൊ ഈ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും എഡിറ്റിംഗ് ബ്രില്യൻസ് എന്നൊക്കെ അർപ്പിതിന് ഓഫ് കോഴ്സ് തോന്നിയ ഒരു സിനിമ ഈയിടെയായിട്ട് റീസെന്റ് ആയിട്ട് മലയാള സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല സിനിമകളും നമുക്ക് പുറമേയുള്ള സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ അത്രത്തോളം കളർ കോമ്പിനേഷൻസ് ഉള്ള, അത്രത്തോളം കളർഫുൾ ആയിട്ടുള്ള, അത്രത്തോളം എഡിറ്റിംഗ് ആയിട്ടുള്ളൊരു പടം
ഈ റീസെന്റ് ആയിട്ട് വന്നു. റീസെന്റ് ആയിട്ട് കാരണം അതിനകത്ത് ഫൈറ്റ് സീക്വൻസിലൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം അതിനകത്ത് സ്കില്ല് അല്ലേ, ഒരു ട്രാൻസാക്ഷൻ ഒരാൾ ഇപ്പുറത്ത് കടിക്കുമ്പോൾ ട്രാൻസാക്ഷൻ അങ്ങോട്ട് പോകണം ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതൊന്നും ചില്ലറ പരിപാടിയല്ല. എനിക്ക് ആ ഒരു ഖാലിദ് റഹ്മാൻ പോലുള്ള ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ചെയ്യുന്ന ഓരോ സിനിമകൾക്കും പ്രത്യേകതകളുണ്ട്. ഉണ്ടാന്ന് പറഞ്ഞൊരു മമ്മൂട്ടിയുടെ മൂവിയുടെ ആ ഒരു ജോണറേ അല്ല പുള്ളി ചെയ്യുന്നത്. അങ്ങനെ അതെ തികച്ചും വ്യത്യസ്തമായിട്ട്. അപ്പം എനിക്ക് നാളെ അങ്ങനത്തെ ഒരു സംഭവം എനിക്കിഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു കാരണം എന്താ വെച്ചാൽ എഡിറ്റിംഗ് സ്കില്ല് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടത്തിൻ്റെ മൂഡ് നമുക്കനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കണ്ണീർ പൂവിൻ്റെ കവിൾ തലോടി എന്ന് പറഞ്ഞ ഷോട്ടിൽ മോഹൻലാൽ ഇവിടെ തൊട്ട് അവിടെ വരെ ഇങ്ങനെ സ്ലോവിൽ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. അതിന് നടുക്ക് കട്ട് വന്ന ഫീല് പോയി അല്ലേ. അവിടെ എഡിറ്റർ ചിന്തിക്കണം അവിടെ കട്ട് വരരുത് എന്നുള്ളത് അല്ലേ. ആ സമയത്ത് ഇപ്പോൾ ഏതൊരു ചക 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 എന്നുള്ളൊരു ബീറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ 3-4 കട്ട് വരണം. അല്ല, ഇവിടെ അർപ്പിത് അത് കുറച്ച് ടാസ്ക് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എഡിറ്റർ ഒരു പ്രൊഫഷണലി ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. ആ സമയത്ത് പോലും അത് റിഫ്ലക്ട് ചെയ്യരുത്. കാരണം എഡിറ്റർ എഡിറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരുടെ അത് എഡിറ്ററുടെ ഫ്ലോപ്പാണ്. അങ്ങനെ ഒരു റിസ്ക്കും കൂടെ. അത് എഡിറ്ററിന്റെ ഫ്ലോപ്പ് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പൊ എഡിറ്റിംഗ് ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് അവർ ശരിക്കും പറഞ്ഞ ഒരു പാട്ട്, ആ പാട്ട് കേൾക്കാൻ വെച്ചാൽ കാണാൻ ഒരു രസമില്ല എന്ന് പറയും അല്ലെ. നമ്മൾ പല പാട്ടുകളെ കുറിച്ചും അതിൻ്റെ ഈ ഒരു പാഷൻ്റെ ഉള്ളിൽ എഡിറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് അറിയാത്തൊരു എഡിറ്റർ പോലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷ്വൽ എന്തുകൊണ്ട് ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പം ഇവരുടെ മനസ്സിൽ തന്നെ നമുക്കിപ്പോൾ ഏതൊരു പാട്ടിനൊരു വ്യക്തമായിട്ടൊരു താളം ഉണ്ടാവും അല്ലേ. ആ താളത്തിനനുസരിച്ച് കട്ട് മാറിപ്പോയാൽ എഡിറ്റ് അറിയാത്ത ഒരാളാണെങ്കിലും പെട്ടെന്ന് അതെ ആ ഒരു ഷോട്ട് അവിടെ എന്തോ ശരിയായില്ലല്ലോ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് ആ എഡിറ്ററിൻ്റെ എന്തെങ്കിലും പോരായ്മയായിരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഭയങ്കര ക്യൂരിയസ് ആണ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അപ്പം ഈ പാട്ട് എഡിറ്റ് ചെയ്യാനാണോ അതോ ഫൈറ്റ് സീക്വൻസ് എഡിറ്റ് ചെയ്യാനാണോ, അങ്ങനെ ഓരോരോ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട്? സ്ലോ ആയിട്ടുള്ള സീനുകൾ എഡിറ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞാൽ സോൾ അറിഞ്ഞ് എഡിറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും അടിപൊളി പാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫൂട്ടേജുകൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ കയ്യിൽ അവരെന്താണെന്ന് വെച്ചാൽ ഒരു ഫൈറ്റ് സീക്വൻസിൽ ചിലപ്പം ഒരാൾ ഇടിക്കുകയെന്ന് വിചാരിച്ചോ, ഇതിന്റെ 3 ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അത് നമുക്കൊരു ത്രില്ലിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. മറ്റാണെന്നുണ്ടെങ്കിൽ ചില സീക്വൻസുകൾ ഒരു ഫീൽ, അപ്പം അതിനനുസരിച്ചുള്ള എഡിറ്റർ കുറ്റം പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള BGM ഉണ്ടായിരിക്കണം. ചിലപ്പോൾ BGM ഇല്ലാത്ത ഷോട്ടായിരിക്കും അല്ലേ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മൂഡ് അനുസരിച്ച് കട്ട് ചെയ്യണം, അതൊരു ഫീൽ അനുസരിച്ച് കട്ട് ചെയ്യണ്ടേ. സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ചിലപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ക്രോസ് ഡിസോൾവ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, അതുപോലെ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ യൂസ് ചെയ്യാണ്ട് ഒരു ഷോട്ടിൽ നിന്ന് പ്രേക്ഷകർ അറിയാണ്ട് എങ്ങനെ അടുത്ത ഷോട്ടിലേക്ക് പോകാന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കണം. അപ്പൊ അവിടെ ഒരുപാട് മറ്റേന്ന് വെച്ചാൽ നമ്മളൊരു എന്റർടൈൻ എന്നുള്ള രീതിയിൽ അങ്ങനെ. അതുപോലെ സ്ലോ മോഷൻ ഒരു BGM, ഈ ഇടിക്കൊക്കെ ഫൈറ്റിനൊക്കെ ഒരു BGM, ഇങ്ങനെയൊക്കെയുള്ള സൗണ്ടുകൾ അതെ അതും ഒരു കണക്ഷൻ കിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ശരിക്കും ഒരു എഡിറ്റിംഗ് ടേബിളിൽ മാത്രം എഡിറ്റിംഗ് അവസാനിക്കില്ല. ഇപ്പൊ എനിക്ക് ഒരു എഡിറ്റ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഡയറക്ടർ കാണിച്ചു അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ കാണിച്ചു, അപ്പോൾ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരണം. ബ്രോ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം കൂടെ കയറി കഴിഞ്ഞാൽ അതിങ്ങനെ ഇമ്പാക്ട് കിട്ടും. അല്ലാതെ ഫസ്റ്റ് ഒരു എഡിറ്റിംഗിൽ ചിലപ്പോൾ ഇത് അവസാനിച്ചോണമെന്നില്ല, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പം മഞ്ഞുമൽ ബോയ്സിലൊക്കെ സോഷ്യൽ ചെയ്യാൻ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവരെ കൊണ്ട്. കാരണം ഇതെന്നെ കൂടെ കണക്ട് ചെയ്ത് വരണ്ടേ നമ്മൾ ഓരോ സീക്വൻസ് ആയിട്ട്. അതുപോലെ തന്നെയല്ലേ ഇപ്പം സിനിമകൾ വരുന്ന പോലെ തന്നെ ഇപ്പം എന്താ പറയുക റീ റിലീസ് സിനിമകളും വരുന്നുണ്ട്. ഇപ്പം ദേവദൂതൻ, അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പം ഇതൊരു എഡിറ്ററെ സംബന്ധിച്ച് എത്രത്തോളം ടാസ്ക് ആയിരിക്കും? അപ്പൊ പഴയ ഒരു സിനിമ പുതിയ രീതിയിൽ തിയേറ്ററിലേക്ക് എത്തിക്കണം, ഇതിനെങ്ങനെ ഇപ്പം റീമാസ്റ്ററിംഗ് പോലുള്ള പ്രോസസ്സ്? റീമാസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എഡിറ്റർക്ക് അവിടെ വലിയൊരു പണിയില്ല. ശരിക്കും ഇപ്പം ഈ ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് കണ്ടില്ലായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ആ ജഗതിയുടെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് പോയി. പക്ഷെ ആ പടത്തിന് ഒരു രീതിയിൽ അത് ബാധിച്ചിട്ടില്ല. അത് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, ആ പോർഷൻ ചിലപ്പോൾ അത് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കും, ആ പോർഷൻ ആ സിനിമയ്ക്കകത്ത് ആവശ്യമില്ല. അത് അന്നത്തെ കാലത്ത് ഒരു തമാശ വേണമല്ലോ എന്ന് കുത്തിക്കറ്റിയുള്ള രീതി. അപ്പം നമ്മുടെ സിബി മലൻ എന്ന് പറഞ്ഞ സംവിധായകൻ പറഞ്ഞിരുന്നു അതില്ലെങ്കിലും ഈ സിനിമ ഓക്കെയാണ്. നമുക്ക് കണ്ടപ്പോൾ എന്തെങ്കിലും കുഴപ്പം തോന്നിയത് അല്ലേ? ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. അപ്പം ആഡ് ചെയ്തിട്ടുള്ള ആ ഫീൽ കറക്റ്റ് ആയിട്ട് അതിനകത്തുണ്ട്. അതെടുത്ത് കളയുക എന്നുള്ളത് വലിയ ടാസ്ക് അല്ല ശരിക്കും പറഞ്ഞു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ റീമാസ്റ്ററിംഗ് എന്നുള്ള സംഭവം. റീമാസ്റ്ററിംഗ് എനിക്ക് തോന്നുന്നു ദേവദൂതൻ പടം റീമാസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ല അധികം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അന്നത്തെ ക്വാളിറ്റി തന്നെ കുറച്ച് ശരിക്കും ഇപ്പം AI വെച്ച് എൻഹാൻസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ Indian 2 സിനിമ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നെടുപടി വേണു, വിവേക് പോലുള്ള ആൾക്കാരൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് കണ്ണിൻ്റെ പോർഷൻസ് ഒക്കെ ഒരു റീമാസ്റ്ററിങ് ഒരു ഫീല് വന്നിട്ടുണ്ട്. പക്ഷേ ദേവദൂതൻ നിങ്ങൾ കണ്ടു നോക്കി അങ്ങനത്തെ ഒരു ഫീലില്ല. ഓൾറെഡി ഇതിനകത്ത് ഉണ്ട് എന്തൊക്കെയോ. അത് അന്നത്തെ കാലത്ത് അവർ
ഏറ്റവും നല്ല ഫെസിലിറ്റി വെച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പുതിയ പിള്ളേർ കുറേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം, സംഭവം ശരിയാണ്. പക്ഷേ ആ ദേവദൂതൻ്റെ എഡിറ്റിങ്ങിൻ്റെ ആ ഫീല് നോക്കിയത് അല്ലേ, ആ ഫീൽഡ് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് എത്ര ഇത് വന്നാലും കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രോത്സാഹനമാണ് ശരിക്കും. രാത്രിയും പകലും ഒക്കെ ഇപ്പം എഡിറ്റിംഗ് ടേബിളിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പൊ യൂട്യൂബിലേക്കാണെങ്കിലും ഊരവേദനയൊക്കെ തുടങ്ങി യൂട്യൂബിലേക്കാണെങ്കിലും കോണ്ടന്റ്സ് അതിനനുസരിച്ച് തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പം ഒരു 1 month ആയി അർപ്പിതിന്റെ ചാനലിൽ വീഡിയോസ് വന്നിട്ട് കണ്ടിന്യൂസ്ലി ഇടാൻ ശ്രമിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എങ്ങനെയായിരിക്കും ഒരു ഡേ, ഒരു ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റിംഗ് ഒന്നും അല്ല ആൾക്കാർ. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഒരു ഫാൻ ബേസ് ഒന്നും ഇല്ല നമുക്കെന്താ വെച്ചാൽ ആൾക്കാർ കൂടുതൽ കാണുന്നത് വെച്ചാൽ ചിലപ്പോൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ഹൈ ഹോയ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. ഭൂരിപക്ഷം ആൾക്കാർ നമ്മളെ കാണുന്നത് വെച്ചാൽ അവരുടെ ഒരു ആവശ്യം സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴെങ്കിലും ഇട്ട് കഴിഞ്ഞാലും അത് ഏതെങ്കിലും കാലത്തൊരു സെർച്ചിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടു. അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ ഇടാത്തത് കേട്ടോ. എനിക്ക് ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട് സ്ഥിരമായിട്ട് ഇടണം. ഇപ്പം എന്താ വെച്ചാൽ ഈ മനക്കോട്ട എന്നുള്ള ചാനൽ കാരണം അത്യാവശ്യം വർക്കുകളൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ ചാനലൊന്നും ഡൗൺ ആവണമെന്നുള്ളൂ. സിനിമകളൊക്കെ നോക്കുന്നുണ്ടോ? സിനിമകളൊക്കെ ട്രൈ എങ്ങനെ എന്താ എഡിറ്റിങ്ങിൽ എന്താ വെച്ചാൽ ഞാൻ പുറമെ തമിഴ് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ഇറങ്ങാൻ ഒരു പടം ഇറങ്ങി, ഗ്രാൻഡ്മ എന്നുള്ളൊരു മൂവി ഇറങ്ങി, ഇനി സണ്ടാളർ എന്നുള്ളൊരു മൂവി ഇറങ്ങാൻ പോകണു, ഹൂ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങാൻ പോകണു. ഞാനിത് കംപ്ലീറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു കമ്പനി ആയിട്ട് തുടങ്ങിയിട്ടില്ല. ഞാനെന്ന് വെച്ചാൽ ഒരു കമ്പനി ആയിട്ട് തുടങ്ങിയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാഫിനെ കൊണ്ട് പണിയെടുപ്പിക്കില്ല, ഞാൻ തന്നെ പണിയെടുക്കും. കാരണം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതെ അങ്ങനത്തെ സംഭവം ഉണ്ട്. അത് അവരെ കുറച്ച് കാണില്ല, ചിലത് എനിക്ക് ചെയ്യണം എന്നുള്ള സംഭവം ഉണ്ട്. അപ്പം ഞാൻ ഒരു സ്റ്റാഫിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവൻ വെറുതെ ആവും. മോനെ എണീക്കണം, ഞാൻ ചെയ്തോളാം എന്ന് പറയണത്. അപ്പം എൻ്റെ കെട്ടിയോള് ചോദിക്കും എന്തിനു പിന്നെ ഇവനെ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു. അതുകൊണ്ട് ഞാനൊരു ടീമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ സിനിമകൾ എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ ചെയ്ത 3 തമിഴ് സിനിമ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്തത്. അതായത് കംപ്ലീറ്റ് എഡിറ്റിംഗ് മാത്രമല്ല, VFX കേട്ടോ. കംപ്ലീറ്റ് VFX ഒരാൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലൊരു സമ്മാനം കിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യണമെങ്കിൽ, ആകെ പ്രാന്ത് പിടിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു സെൻസിറ്റിവിറ്റി കൊണ്ട് ഞാൻ എന്ത് ചെയ്യണു, വേറൊരു കമ്പനി ആയിട്ട് തുടങ്ങില്ല. കുറച്ച് ഫീലിങ്സ് അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആകെ തടർന്നു പോകണല്ലോ മനുഷ്യൻ. അപ്പോൾ സിനിമകൾ എടുക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ അത്ര ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ വലിയൊരു വരുമാനം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. എനിക്ക് പുറത്ത് കുറച്ച് ക്ലൈൻ്റ് ഉണ്ട്, US ഒക്കെ ഭാഗമായിട്ട്, അവർ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജീവിച്ചു പോകുന്നത് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നു, ബാക്കിയുള്ള യൂട്യൂബിലും ഇടുന്നു. ഇനി ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത്. ഫാമിലി എന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇടയ്ക്ക് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട്, വൈഫിനെ ആണെങ്കിലും കുട്ടീനെ ആണെങ്കിലും ഒക്കെ. കാരണം എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയുടെ ഒക്കെ ഒരു വീഡിയോ വ്ളോഗ് പോലൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? അതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കണം ശരിക്കും പറഞ്ഞത്. തുടക്കം അമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് വലിയൊരു ഘടകമാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ. കാരണം നമ്മൾ വട്ടപൂജയായിരുന്നു. ആ വട്ടപൂജത്തിൽ നിന്ന് മോൻ ഇങ്ങനെയൊക്കെ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അമ്മയാണ്. അമ്മയുടെ ആ ഒപ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പറഞ്ഞു. അതെത്ര പറഞ്ഞാലും നന്ദി തീരില്ല. അതാണ് അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് കിട്ടിയ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അത് വേറൊരു ലെവൽ ആയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങോട്ട് പോരുന്നവരെ ഏത് ഷർട്ട് ഇടണം, അത് വേർപ്പാക്കി കഴിഞ്ഞാൽ ചീത്ത പറയുന്നത്, ആ ചീത്ത പഠിച്ചിരിക്കുക. ഞാൻ നേരത്തെ വേർപ്പ അത് ഞാൻ AC യുടെ ചൂടിലൊക്കെ പോയിരുന്നു. അത് ചീത്ത ഉറപ്പാണ്. കാരണം നമ്മളെ അങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കണേ. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ തുടക്കം സപ്പോർട്ട് ഉണ്ടായിരുന്നത്, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കൊരു ക്യാമറ പോലും ഇല്ല. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് നിഷാന്ത് മോഹൻ എന്ന് പറഞ്ഞിട്ട്, അവനാണ് എനിക്ക് അവൻ്റെ സ്വന്തം ക്യാമറ എന്നിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് വരെ അവൻ്റെ ക്യാമറ വെച്ചിട്ട് ഒറ്റയ്ക്ക് അവൻ ചെയ്തോന്ന് പറഞ്ഞിട്ട്. അവൻ ഒരാൾ സ്വന്തമായിട്ടൊരു ക്യാമറ തരുമെന്ന് പറഞ്ഞ ഉറപ്പായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ക്യാമറമാൻ നിഷാന്ത് മോഹൻ നമ്മുടെ വീഡിയോൻ്റെ അവസാനം എപ്പോഴും പറയാറുണ്ട്. മുമ്പിൽ അങ്ങനെ ഒരാളില്ലെങ്കിൽ പോലും ആ ക്യാമറ നോക്കി ഞാനത് പറയാറുണ്ട്. ഇപ്പം എൻ്റെ ക്യാമറ ആണെങ്കിൽ പോലും. അപ്പം അങ്ങനെ കുറച്ച് നന്ദിയുള്ള ആൾക്കാരുണ്ട് വീട്ടിൽ. പിന്നെ എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആ സപ്പോർട്ട് കാണിച്ചില്ലെങ്കിലും ഏട്ടൻ നാട്ടിലൊരു മാർക്കറ്റിംഗാണ്. അവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോന് ഇപ്പോൾ ഇന്ന് ഇന്റർവ്യൂക്ക് പോയിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓക്കെ. അപ്പം അർപ്പിതിനെ പറ്റി ചോദിക്കുമ്പം ഏറ്റവും ആദ്യം, അതായത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എഡിറ്റ് ചെയ്തൊരു സീൻ അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ? ഉണ്ട്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിൽ അതൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ്റെയും ഒക്കെ ബൊമ്മയില്ലേ, കൈ മാത്രം മിനിയേച്ചർ ബൊമ്മകളില്ലേ, അത് ഈ വെബ് ക്യാം ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ ഈ ഇതിലേക്ക് മേഖലയ്ക്ക് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം അന്യൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അന്യൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര, ഞാൻ +1 ഒക്കെ എന്തോ പഠിച്ചപ്പോൾ, ഇപ്പോൾ പ്രായം അറിയാമെന്ന് തോന്നുന്നില്ല, അപ്പോൾ +1 ഒക്കെ പഠിച്ച സമയത്താണ് ഈ അന്യൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. ഈ സിനിമയ്ക്കകത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വെബ് ക്യാമിൽ
അമ്മമ്മയുടെ തിരുപ്പനൊക്കെ മുറിച്ചിട്ട് മുടിയൊക്കെ മുറിച്ചിട്ട് ഈ വെബ്ക്യാമിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ബൂം ഷക്കസൊക്കെ ചെയ്യാനുള്ള അതൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു LED ഒക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അങ്ങനത്തെ ഒരു വിഷ്വൽ ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ താഴേക്ക് വീടും. താഴേക്ക് മൂവി മേക്കർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു പണ്ട്, അതിലാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്തത്. മൂവി മേക്കറിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പന്നി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് നിലത്തുനിന്ന് ഇങ്ങനെ എണീക്കുന്ന ഒരു സീനില്ലേ, ആ എണീക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ അതിന് റിവേഴ്സ് ചെയ്താൽ എണീക്കാൻ പറ്റും അല്ലേ. അന്നത്തെ മൂവി മേക്കറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പം എന്താ വെച്ചാൽ ഒരു വീഡിയോ ഓരോ ഫ്രെയിം ഇങ്ങനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ഈ ഫ്രെയിം ഇവിടെ ഇടും അങ്ങനെ ഇട്ടിട്ട് അത് റിവേഴ്സ് ചെയ്തു. അത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടത് അന്യം എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നെ ഈ പാവക്കുട്ടികളൊക്കെ വെച്ചിട്ട് മറ്റേ മിഷൻ ഇമ്പോസിബിളിൻ്റെ മ്യൂസിക്കില്ലേ, ചങ് 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 എന്നുള്ള മ്യൂസിക്കില്ലേ, അതൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു സ്പൈഡർമാൻ അങ്ങോട്ട് നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്തു. അതൊക്കെയായിരുന്നു ഫസ്റ്റ് തുടക്കം. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങിയ മൂവീസിൽ ഏത് തമിഴാവാം മലയാളമാവാം ഇതിൽ ഏറ്റവും കൂടുതൽ എഡിറ്റിംഗിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവി ചോദിച്ചാൽ ഏതാ? മെയിനായിട്ട് തല്ലുമാലയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടത്. പിന്നെ ഞാൻ അതേ പറഞ്ഞ മാലിക് എന്ന് പറഞ്ഞ മൂവിക്കകത്തെ ഒന്നാമത് അങ്ങനത്തെ സംവിധായകരുടെ എനിക്ക് എഡിറ്റിംഗ് മാത്രം സ്കില്ല് കാണിക്കാണ്ട് മേക്കിങ്ങിൽ സ്കില്ല് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഒറ്റ ഷോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോട്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ 1917 എന്നുള്ള മൂവിയൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒറ്റ ഷോട്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു മേക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എൻ്റെ ഒരു ഇതിനുണ്ട് തുടക്കം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഷോട്ടുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്തു എന്ന് ആൾക്കാർ ചോദിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പടങ്ങളൊക്കെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സോഫ്റ്റ്വെയർ ഏതായിരിക്കും? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള 3D ആർട്ടിസ്റ്റാണ് ഞാൻ 3ds Max, മായ, സിനിമ 4D ഈ സോഫ്റ്റ്വെയറൊക്കെയാണ് നമ്മുടെ മെയിൻ. അത് ശരി. ഇന്ന് ഞങ്ങളുടെ ക്യാമറമാൻ ഒരു പ്രൗഡ് മൊമെന്റിലാണ്. ബിക്കോസ് സാറിന്റെ ഇന്റർവ്യൂ ആണ് ഇന്ന് എടുക്കുന്നത്. വന്നപ്പോ തൊട്ട് പറയുന്നുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച സാറാണ്. അതുപോലെ തന്നെ സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ആണെങ്കിലും സ്റ്റുഡിയോയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം എഡിറ്റേഴ്സ് ഒക്കെയാണ് ഒരുപാട് ഫാൻസ് ഉണ്ട് സാറിന് ഇവിടെ. സാറിന് ഇന്റർവ്യൂവിന് ശേഷം കാണാൻ വേണ്ടി ഇതിനപ്പുറത്ത് ഒരു കുറെ പേര് വെയിറ്റ് ചെയ്യുകയാണ്. അല്ല ഇത് ഞാൻ പറഞ്ഞ എനിക്കൊരു ഫാൻ ബേസ് അല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞു നന്ദി ഉണ്ട് തോന്നുന്നു കുറെ പേർക്ക്. കാരണം ഒരുപാട് പൈസ കൊടുത്ത് അങ്ങനെ കുറെ പേര് നമ്മളെ പഠിച്ചു. അതാ പറഞ്ഞത് ഓരോ ടൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പം കറക്റ്റ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളുണ്ട് നമ്മുടെ കൂടെ എന്നൊക്കെ തോന്നുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു. മനക്കോട്ട എന്നുള്ളൊരു പേരും കൂടിയാണ്. എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നേരെ മനക്കോട്ടയിലേക്ക് വരിക, ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്ത്. അതെനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാർക്ക് എന്നുവെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽസ് ഒരുപാടുണ്ട് നമ്മളെക്കാളൊക്കെ വലിയ പക്ഷെ അത് ഇപ്പോഴും മലയാളികൾക്ക് ചിലപ്പോൾ അത് കണ്ടാൽ ഞങ്ങളുടെ തൃപ്തിയാവില്ല, ചിലപ്പോൾ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ എനിക്കുണ്ട് ആ പ്രശ്നം. അപ്പോൾ ഞാൻ പച്ച മലയാള ഭാഷയിൽ പറയുന്നോണ്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അത് ശരി, നമ്മളെല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് മൂവി മേക്കർ ഇഷ്ടം. ഒരു മൂവി മേക്കർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനെ മതി നോർമൽ എഡിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ബീറ്റ് കട്ടൊക്കെ കൊടുക്കാം, അത് തന്നെ മതി. ഇപ്പം ഞാൻ റീസെൻ്റ് ഉപയോഗിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ആഫ്റ്റർ എഫക്ട്സ് ആണ്. അത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല, അതൊരു VFX സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആഫ്റ്റർ എഫക്ട്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. പിന്നെ 3ds Max എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ എഡിറ്റിംഗ് പ്രീമിയർ പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇഷ്ടം. മുമ്പേ ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ ലൈഫ് ഓഫ് ആൻ എഡിറ്റർ ഒരു വൺ വേർഡിൽ ചോദിക്കുകയാണ് എന്ത് പറയും? എനിക്ക് ആലോചിക്കാൻ സമയം നിങ്ങൾ പെട്ടെന്ന് ചോദിക്കല്ലേ. ലൈഫ് ഓഫ് ആൻ എഡിറ്റർ ഇൻ വൺ വേർഡ്. എന്റെ കാര്യം ഒറ്റ വേർഡിൽ പറയാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, അല്ലെങ്കിൽ ഇതൊരു കഷ്ടപ്പെട്ട പരിപാടിയാണ്, രണ്ട് തോന്നിയിട്ടുണ്ട്. ദുരന്തമാണ് സംഭവം എന്താ അറിയോ, അത് നമുക്ക് കിട്ടുന്ന വർക്കിനനുസരിച്ചിരിക്കും. നമുക്ക് ദുരന്ത വർക്കുകൾ കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട് എന്റെ പേര് എവിടെയും കൊടുക്കണ്ടെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ഒരു കയ്യൊപ്പ് ഇല്ല അതിനകത്ത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം അങ്ങനത്തെ ദുരന്ത വർക്കുകൾ കിട്ടുന്നുണ്ട്. ചില സാധനങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഞാൻ ചോദിക്കും അത് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ചില പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ കുറേ ലിറിക്കൽ വീഡിയോസിൻ്റെ വർക്കൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അത് ചെയ്ത് തീരുന്നതന്നെ അറിയാൻ പറ്റില്ല. ചിലത് ദുരന്തമാണ്. അപ്പൊ ഇതിനെങ്ങനെ ഒരു വൺ വേർഡിൽ പറയാം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഏതെങ്കിലും സിനിമ കണ്ടപ്പോൾ ഇത് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നിയിട്ടുണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അഭിനയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ശരിക്കും പറയാം എഡിറ്റ് ചെയ്തത് എനിക്ക് ഇങ്ങനത്തെ ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ മെയിനായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ തല്ലുമാല ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഈ തല്ലുമാല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഡിറ്റിങ് അത് ഞാൻ ചിലപ്പോ എന്റെ അമ്മ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട്. ആ ലെവലാണ് അതിന്റെ എഡിറ്റിംഗ്. അപ്പൊ ഒരു ഫിലിമെന്ററി ഇട്ടാണെങ്കിൽ തല്ലുമാല പോലൊരു സിനിമ എനിക്ക് ആഗ്രഹിക്കാറുണ്ടല്ലേ. ഒരു എഡിറ്റർക്ക് വേണ്ട 3 ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? എഡിറ്റർക്ക് വേണ്ട 3 ക്വാളിറ്റി, മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ അറിഞ്ഞ് എഡിറ്റ് ചെയ്യാന്നുള്ള സംഭവം.
ഒരു എന്താണ് ആദ്യം ആ ഫൂട്ടേജിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക. ഇപ്പം എഡിറ്റിംഗ് പഠിക്കാൻ ആർക്കും പറ്റും. ഇപ്പം എൻ്റെ ട്യൂട്ടോറിയൽ കണ്ട് ഞാനിപ്പോൾ ക്ലാസ് എടുത്തിരുന്ന ആളാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ 10-40 പേര് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 5 പേരുടെ കണ്ണ് കണ്ടാൽ നമുക്കറിയാം അവൻ എത്രത്തോളം ഇത് ഇഷ്ടമാണെന്ന്. നമ്മൾ പറയുന്ന വാക്കിൽ അവൻ്റെ കണ്ണ് തിളങ്ങിയിട്ടുണ്ടാവും, ബാക്കിയുള്ളവർ ഈ ഇരുത്തിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം വേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഒരു ഫൂട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് മൂഡിലേക്ക് അതിന് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒന്നാമത്തത്. ഇനി 3 പറയണം അല്ലേ. 3 പറയണം. പിന്നെ നമ്മൾ സ്കില്ല് നമ്മളെന്താ വെച്ചാൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ സാങ്കേതിക AI സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ എനിക്ക് നമ്മളൊക്കെ മെറിറ്റിൽ മറ്റേ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പം AI കുറച്ചും കൂടി എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രം മതി വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അടുത്തത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാമെന്നുള്ളൊരു സംഭവം ചിന്തിക്കണം. മൂന്നാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ നോളേജ്. ഒന്നിൽ നിൽക്കരുത് നമ്മൾ. ഇപ്പം എനിക്ക് പ്രീമിയർ അറിയാം, അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് അറിയാം, ഓക്കെ ഞാൻ എഡിറ്റർ ആയി എന്ന് പറഞ്ഞിട്ട് ആ സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു എഡിറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കോമ്പോസിംഗ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ ആഫ്റ്റർ എഫക്ട്സ് പോലത്തെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നൂക്ക് പോലത്തെ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ഇപ്പം ഇതൊക്കെ പറഞ്ഞപ്പോഴും ഓർത്തത്, കാരണം കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഇപ്പം ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആരും എഡിറ്റർ ആണെന്ന് പറയുന്ന ഒരു കാലത്താണല്ലേ AI പോലും അത്ര ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഇപ്പം ചില വീഡിയോസ് ഒക്കെ ചുമ്മാ ഉള്ള വീഡിയോസ് ഒക്കെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ആക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഇവിടുത്തെ ഒരു എഡിറ്റർ ചോദിച്ചു, നിന്റെ വീഡിയോസ് ഒക്കെ ആരാ എഡിറ്റ് ചെയ്ത് തരാം? ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാറ്, ഞാനൊരു എഡിറ്റർ അല്ല, ഞാനൊരു എഡിറ്റർ ആടാ, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാറ്. അതിൻ്റെത് ഇതിൽ കാണാനും. കാരണം അങ്ങനെ പോലും നമ്മളാണ് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെ വരുന്നു, ഫോൺ യൂസ് ചെയ്യുന്നു, AI യൂസ് ചെയ്തൊക്കെ കുറെ പേരൊക്കെ സ്കിൽഡ് ആയിട്ടുള്ളവരുണ്ട്, കുറെ പേരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ ഒരു AI-യുടെ ഇമ്പാക്ട് ഈ ഒരു എഡിറ്റേഴ്സിന്റെ ലൈഫിന്, അല്ലെങ്കിൽ എഡിറ്റേഴ്സിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിലും എന്തൊക്കെ രീതിയിലായിരിക്കും? എനിക്ക് തോന്നുന്നു എല്ലാ ജോലിയും AI മിക്കതും കൈക്കലാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നല്ല പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച AI സത്യം പറഞ്ഞാൽ പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ വന്നിട്ട് പെട്ടെന്ന് പോപ്പുലർ ആയിട്ടുള്ള സംഭവം. ഒരു 5 വർഷം കഴിഞ്ഞ് എന്താവും എന്നുള്ളത് ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം എനിക്ക് അത്ര വലിയ പേടിയുണ്ടായിരുന്നില്ല, ഇപ്പോൾ ചെറുതായിട്ട് പേടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ താൻ പാതി AI പാതി എന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും റഷീദോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പകുതി സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി AI നോക്കിക്കോളും. ഇതിൽ എന്താ ഈ എഡിറ്റേഴ്സിൻ്റെ ജോലി എവിടെയാണ് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ജോലിക്കാർ, ഞാൻ ഇതിന് മുമ്പ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 തരത്തിലുള്ള പണിക്കാരാണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ളത്. ഒന്ന് ക്രിയേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഒന്ന് നോർമൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ ഫൂട്ടേജ്, ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഫൂട്ടേജ് ഒരു എഡിറ്ററിൻ്റെ കൈ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മൾട്ടി ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ക്യാമറ കട്ട് ചെയ്യണം, ഞാൻ സംസാരിക്കുമ്പോൾ ഇയാൾ സംസാരിക്കുമ്പോൾ അടുത്ത ക്യാമറ കട്ട് ചെയ്യണം. ആ രീതിയിൽ ഇതൊരു ക്രിയേറ്റിവിറ്റി പ്രോസസ്സ് അല്ല അല്ലേ. ആര് സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെ കാണിച്ചാൽ മാത്രം മതി. ഇത് ചെയ്യാൻ ഇപ്പോൾ ഒരു മൾട്ടി ക്യാം എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഇപ്പോൾ ഒരു AI ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പണ്ട് ഒരാളുടെ 1 മണിക്കൂർ പണിയായിരുന്നു അത്. ഈ ഒരു ഇൻ്റർവ്യൂ നമുക്കൊരു അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു 1 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓരോ ക്ലിക്കിൽ ഇത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഈ AI ടൂൾ വെച്ചിട്ട് ഒറ്റ ക്ലിക്കിൽ ഇത് ഈസിയായി. സൗണ്ടിൻ്റെ ഇയാൾ സംസാരിക്കുന്ന ആ സൗണ്ടിൻ്റെ വേവ് അനുസരിച്ച് തന്നെ കാണിക്കുന്നു, എൻ്റെ വേവ് അനുസരിച്ച് എന്നെ കാണിക്കുന്ന രീതിയിൽ അത് എളുപ്പമായി. അപ്പം അവനത് പണിയല്ലേ അല്ലേ. അവനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി നിങ്ങളുടെ ഇനിയിപ്പോൾ ഇവൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഇവിടുത്തെ ഒരാളെ വെച്ചിട്ട് ചെയ്യാമല്ലോ എന്നുള്ളത് അങ്ങനത്തെ ആൾക്കാർക്ക് പണിയാണ് അല്ലേ. ഇവിടുത്തെ ഉള്ളവന് പണി കൊടുക്കരുത്. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ക്രിയേറ്റീവായിട്ട്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മൂഡ് അറിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു പാട്ട് കിട്ടിയാലും അല്ലെങ്കിൽ ഒരു സംഭവം കിട്ടിയാലും അതിന് AIക്കൊരു ലിമിറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. AI നമ്മളിപ്പോൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്ത് എവിടെയെങ്കിലും അതൊക്കെ ചിലപ്പോൾ ആയിരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഒരു സോൾ അനുസരിച്ച് നമ്മുടെ തല തന്നെ അതിനകത്തൊരു പേഴ്സൻറ്റേജ് ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഉള്ളവർക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ AI നമ്മളെ സഹായിക്കും. ഇപ്പോൾ VFX ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കി എങ്ങനെ സഹായിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഇടിക്കുന്നത് വെച്ച് തെറിച്ച് പോകുന്നു, അത് റോപ്പ് ഇട്ടിട്ട് വലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റോപ്പ് നമുക്ക് മുറിക്കുക എന്നുള്ളത് ഒരു സമയത്ത് ഞാൻ ഈ AI മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ആ റോപ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം വേണം. ആ റോപ്പിൻ്റെ ആ സ്ഥാനത്ത് റോപ്പ് കളഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ അതേപോലെ ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കണം എന്നുള്ളതാണ് റോപ്പ് റിമൂവൽ സംഭവിക്കുന്ന പ്രോസസ്സ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിലൊക്കെ ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റിമൂവ് എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് താനങ്ങോട്ട് വന്നത് പൊക്കോളും. ഒരു ഫ്രെയിമിൽ പോയി ഈ ഫ്രെയിമിനി നമുക്ക് ട്രാക്ക് ചെയ്ത് വീഡിയോയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ 1 മണിക്കൂർ എന്നുള്ള പണി ഇവിടെ ഒരു 10 മിനിറ്റിൻ്റെ പണിയായിട്ട് കുറഞ്ഞു. മുമ്പ് നമുക്ക് അങ്ങനെ അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഈ സ്കില്ല് നമ്മുടെ ഇതിൽ ഉപയോഗിച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. മനസ്സിലാകട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ് അറിയാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടി ക്യാം ഒക്കെ ചിലപ്പോൾ എഡിറ്റിംഗ് അറിയാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റും. അപ്പം അതാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ക്രിയേറ്റീവ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ AI നമുക്ക് ഗുണം ചെയ്യുള്ളൂ.
അല്ലാത്തവർക്ക് ഏത് ഏറെ പണി തരുന്നതാണ്. എഡിറ്റ് ചെയ്തിട്ട് പണി പാളി ഏതെങ്കിലും വീഡിയോസ് ഉണ്ടോ? അത് ഞാൻ പുറത്തു പറയില്ല. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പണി പാളി വീഡിയോസിന് ഞാൻ മാക്സിമം എൻ്റെ പേര് കൊടുക്കാതിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കൂല. അതേ ഇപ്പൊ റീസെന്റ് ആയി ഞാൻ പേരെന്ന് പറഞ്ഞു, റീസെന്റ് ആയിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഞാനൊരു ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്തു. അപ്പൊ ക്ലയന്റ് വന്നു, ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ലോഗോ വേറൊരു പച്ച ഒരു ഇതാണ് വരുന്നത്, അപ്പൊ അത് കൊടുത്താൽ മതി. പോയില്ലേ, ഞാൻ പക്കാ കളർ കോമ്പിനേഷൻ ഒക്കെ വെച്ചൊരു സാധനം പിടിക്കുമ്പോൾ അവര് ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. പിന്നെ ബ്രോ നമുക്ക് മ്യൂസിക് മാറ്റണം എന്ന് പറഞ്ഞു. അതായത് നമ്മൾ മ്യൂസിക്കിനനുസരിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഫുൾ ബീറ്റും ആ മൂടൊക്കെ മ്യൂസിക്കിനനുസരിച്ച്. അത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കഴിഞ്ഞില്ലേ, പിന്നെ നമ്മളതൊരു ചടങ്ങാക്കിയിട്ട് തീർത്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് വർക്കുണ്ട്. എനിക്ക് തോന്നുന്നു കിട്ടിയതിൽ ഒരു 60% അങ്ങനത്തെ വർക്കായിരിക്കും, ബാക്കി 40% മാത്രമേ നമുക്ക് ഇഷ്ടത്തോടെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് ശരി. ഇങ്ങനെയുള്ള വർക്കുകൾ ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ സജഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റാം അങ്ങനെ മാറ്റാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും തോന്നാറുള്ളത്? കൊല്ലൊന്നും ദേഷ്യം വരില്ല അതോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുഖത്ത് നോക്കിയൊന്നും പറയില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിഷമമായി കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല, അവരെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഉറക്കണ്ടാവില്ല. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം അതിൽ എന്റെ പേര് വരാതിരിക്കാൻ നോക്കുക. യാതൊരു ഇത് കാണത്തില്ല, എന്നിട്ട് നമ്മൾ ആ ലോഗോ ഒക്കെ വെച്ച് അങ്ങോട്ട് അങ്ങോട്ട് വിടും. അങ്ങനെ ചെയ്യാറ്. അങ്ങനെ പേര് ദോഷം കേട്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു സിനിമ ഭയങ്കര മോശമായിരുന്നു എൻ്റെ CG കംപ്ലീറ്റ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്തതാണ്. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ CG ഒക്കെ ആ കൊളായി. പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരാ സത്യം പറയലേ എൻ്റെ ടീമേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, നിങ്ങൾ തന്നെ ഇപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന സിനിമകളൊന്നും എല്ലാം അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്ന സിനിമകൾ അതിന്റെ വേറൊരു മൂഡ്. അത് ശരിയാ. ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതായിരിക്കും ചെയ്തതിൽ ഏറ്റവും? യൂട്യൂബിലൊക്കെ ഉണ്ട്, ഞാൻ ലിറിക്കൽ വീഡിയോസ് കൂടുതൽ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു വാടാ വാടാ എന്നുള്ളൊരു സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തൊക്കെയാ അത് എനിക്ക് ഡയറക്ടർ എന്നോട് പറഞ്ഞു. അപ്പൊ ഒരു ഗംഭീര ഒരു നല്ല മുട്ടകളുടെ ഒരു പാട്ടാട്ടോ. അപ്പൊ ആ പാട്ടിൽ ഇത് ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സിനിമ മൊത്തം കൺക്ലൂഡ് ചെയ്തിട്ട് ആ ലിറിക്കൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ സിനിമ കംപ്ലീറ്റ് അതിനകത്തുണ്ട്. അത് വേറൊരു ഇതാ. അപ്പൊ ആൾക്കാരെ ചോദിച്ചു എന്താ കഞ്ചാവ് അടിച്ച് ചെയ്താണോ, അങ്ങനത്തെ ഒരു മൂഡാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്കാണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് കൊടുക്കാനുള്ള ഒരു ടിപ്പ് എന്താണ്? ഇപ്പൊ എഡിറ്റിംഗ് ഫീൽഡിലേക്ക് വരുന്ന ഒരു ബിഗിനർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ടിപ്പൊക്കെ എന്താവും? ഞാനിപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ. ഇത്രയും കാലം ഞാനത് കാണിച്ചിട്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കം നിങ്ങളൊന്ന് വായ അടച്ചു വെച്ചിട്ട് പണിയെടുക്കുക. നന്നായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി വെച്ചിട്ട് നിങ്ങളുടെ പേര് എവിടെയെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചാൽ മതി. കണ്ടോ, എനിക്ക് ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ 5 വർഷം വേണ്ടി. അത്രയും ലോങ് പ്രോസസ്സ് തന്നെയാണ് എഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ എനിക്കൊരു ഡൗട്ട് ഒക്കെയാണ്, ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം മഴയാണെങ്കിലും വെള്ളപ്പൊക്കം ആണെങ്കിലും ഒക്കെ സ്ഥിരം ഒരു തീമായിട്ട് സിനിമകൾ വരുന്നുണ്ട്. അപ്പം ഇത് ഇപ്പം VFX അല്ലെങ്കിൽ എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം ആർട്ടിഫിഷ്യൽ മഴയാണെങ്കിലും നമ്മൾ എക്സ്ട്രാ ഇപ്പം എങ്ങനെ മഴ ഉണ്ടോ? ശരിക്കും നമ്മൾ ലൈവ് പെയ്യിപ്പിക്കണം കുറച്ച്. അത് ചിലപ്പോൾ ആ മഴയുടെ ഇമ്പാക്ട് കുറവാണെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് മഴ കയറ്റാം. അങ്ങനെ ചെയ്യണം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രഷ് എന്ന് പറഞ്ഞ സിനിമ കുറച്ച് പഴയ സിനിമയാണ്. അതിനകത്ത് സർക്കസ് കൂടാരം ഫുള്ള് കത്തുന്നു. അത് ഫുള്ള് അതേപോലെ കത്തിച്ച് കഴിഞ്ഞാൽ ആ കലമ്പായി പോകും. അപ്പോൾ കുറച്ച് തീ വേണം. ആ തീയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമ്മൾ എഫക്റ്റ് കയറ്റി കഴിഞ്ഞാൽ ഭംഗിയാവുള്ളൂ. അങ്ങനെയാണ് ചെയ്യാറ്. ശരിക്കും മുഴുവൻ ഇപ്പം നോളൻ എന്ന് പറഞ്ഞ സംവിധായകനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ചെയ്യും, CG കയറ്റാണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മൊത്തം VFXനെ ഏൽപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ബഡ്ജറ്റ് വേണം പറഞ്ഞു. കാരണം VFX അത്രത്തോളം പണിയുണ്ട്. ഇതിൽ പറ്റിയൊരു കുറച്ച് ബഡ്ജറ്റേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവിടെ ഒരു മഴയേ ഇല്ല, ഇയാൾ നനഞ്ഞിട്ട് പോലും ഇല്ല, എന്നിട്ട് അവിടെ മഴ കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെറുതെ ഞങ്ങൾ ഉള്ള ആൾക്കാർ പഴിയേക്കുക. കാരണം അത് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റും. അത് രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യും. മഴ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചെങ്കിലും മഴ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്, നമുക്ക് ബാക്കി ചെയ്യാം. ഒട്ടും മഴയില്ലാണ്ട് നിർത്തിയിട്ട് അവിടെ മഴ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൽ വരെ നമുക്ക് ഈ വെള്ളം ഉണ്ടാക്കേണ്ടി വരില്ലേ? അത് കുറച്ച് റിസ്ക് അല്ലേ? അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ആത്മാർത്ഥ്യം കുറച്ച് കുറയില്ലേ? അത് ആത്മാർത്ഥം കുറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതാ പറഞ്ഞത്, ഇതൊന്നും പുറമേ നിന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. കാണുന്ന പ്രേക്ഷകർ VFX മോശമായി, എഡിറ്റിംഗ് മോശമായി, ഇതിന് റിസ്ക് അറിയില്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചീത്തപ്പേര് കേൾക്കണം നമ്മളാണ്. പക്ഷെ നമുക്കിത് എന്തോരം പണിയുണ്ടെന്നുള്ളതാണ് ആദ്യം മനസ്സിലായത്. അത് ശരി. ഇപ്പം നമ്മളൊക്കെ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കിനും ഇപ്പം ഈ സ്റ്റുഡിയോ എന്നുള്ളതാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആളാണെങ്കിൽ ഇപ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിലെ പറയുന്നതെല്ലാം VFXനെ പറ്റി, ഇത് എഡിറ്റിംഗ് അത് ഇതൊക്കെ ചിലപ്പോൾ എനിക്കത് ചിലപ്പം അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എനിക്ക്
മനസ്സിലാവണമെന്നില്ല. ഇല്ല, ഇപ്പം സാർ പറഞ്ഞ പോലെ പലർക്കും അതിനെ പറ്റിയൊരു ധാരണ ഇല്ല. എന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒപ്പീനിയൻസ് പറയാൻ വരുന്നത്. അത് ഒപ്പീനിയൻസ് അവർക്ക് പറയാട്ടോ, പറയുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ മഞ്ഞുമൽ ബോയ്സിലൊക്കെ പല ഭാഗത്ത് CG കയറ്റി നമ്മൾ അറിയണില്ല. ഇപ്പോൾ എന്താ എഗ്ബൈറ്റ് മീഡിയ അവരൊക്കെയാണ് കൊച്ചിയിലൊക്കെ ഉള്ള ടീംസാണ് ചെയ്തിട്ടുള്ളത്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ കേട്ടോ. അവരൊക്കെ അത്രത്തോളം അത് നല്ലൊരു പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് VFX കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചെയ്യും. എന്നിട്ടും കണ്ടുപിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയ്തവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സിനിമ മോശം പറയുമ്പോൾ തന്നെയാണ് ഈ VFX ഡിപ്പാർട്ട്മെൻറ്റ് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ കുറേ കമ്പനിയുണ്ട്. ഇപ്പം പ്രഭാസിൻ്റെ ഒരു പടം, രാമായണത്തിൻ്റെ ഒരു പടമൊക്കെ ഭയങ്കര മോശമായിരുന്നില്ലേ. അപ്പോൾ ഈ റിയാലിറ്റി ഫീൽ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ മാക്സിമം റിയാലിറ്റി കൊണ്ടുവരാൻ നോക്കുക. എനിക്ക് അർത്ഥത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം എഡിറ്റർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ സിനിമകളൊക്കെ ആദ്യം, അതായത് എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ തൊട്ട് കാണുന്നതുകൊണ്ട് അഭിനയത്തിലേക്ക്, അതായത് ഇപ്പൊ അഭിനയിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ എഡിറ്റിംഗ് അല്ല എഡിറ്റേഴ്സിന് അത്ര കുറവ് ഡ്യൂട്ടിയല്ലേ വരുന്നുള്ളൂ, അങ്ങനെ ഒരു തോട്ടും വരാറില്ലേ? അപ്പൊ അഭിനയത്തിലേക്ക് കടക്കുവാണെങ്കിൽ അപ്പൊ അഭിനയിച്ചിട്ടുണ്ട് ഓൾറെഡി, അപ്പം അഭിനയത്തിന് ഇത് ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യും? അഭിനയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു ഒബ്ജക്റ്റിനെ നോക്കി, അത് അഭിനയത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ലൈറ്റും എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ CG നന്നാവുള്ളൂ. നോട്ടം പാളിക്കഴിഞ്ഞാലും പോയി. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് CG ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. ഇപ്പം എന്തെങ്കിലും കത്തി നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട് വിചാരിച്ചു, അപ്പോൾ എന്തെങ്കിലും കത്തിയ സോഴ്സ് അവിടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ CG ആർട്ടിസ്റ്റിന് അത് എളുപ്പമുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞത്, ഈ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ VFX ആർട്ടിസ്റ്റ് ലൊക്കേഷൻ ഉണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവിടെ ഒരു ഇപ്പം ഇതിൽ കൂടെ ഒരു മിന്നാമിന്നി ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു സംഭവം ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ സാധാരണ കേസിൽ അത് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ VFX അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു LED എങ്കിലും എന്തെങ്കിലും ഒരു നൂലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിലോ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു നോട്ടം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിന്നൽ നമുക്ക് മുഖത്തേക്ക് അടിക്കുമല്ലോ. ആ ഒരു സോഴ്സും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിയാലിറ്റി ഫീൽ ചെയ്യും. ഒപ്പം ഇയാളുടെ നോട്ടത്തിൻ്റെ അഭിനയം കൂടെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. സമയത്ത് ഇവിടെ ഒന്നുമില്ല, അയാൾ വെറുതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ആ വെളിച്ചല്ലേ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും CGയിൽ. ഇത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പം നമ്മൾ ഇത് ഒപ്പം കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ അതിൽ ഈ അഭിനയം മാത്രമല്ല മൊത്തത്തിലുള്ള ആ ഒരു ലൊക്കേഷൻ വരെ അതിനനുസരിച്ച് കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ളൊഴുക്ക് ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും ഉർവശി ചേച്ചിയുടെ നോട്ടം ഭയങ്കര ഡിസ്കസ്ഡ് ആയിരുന്നു. ആ സമയത്ത് പറഞ്ഞു എഡിറ്റർ, അത് എഡിറ്റ് ചെയ്ത ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയപ്പോൾ തന്നെ ഇതിലെനിക്ക് പണിയാൻ അല്ലെങ്കിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ലാതെ തോന്നിപ്പോയി. അങ്ങനെയുള്ള അങ്ങനത്തെ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ചില ആർട്ടിസ്റ്റുകളുടെ എഡിറ്റർമാർക്ക് പോലും കട്ട് ചെയ്യാൻ തോന്നാത്ത ഭാഗങ്ങളുണ്ടാവും, ചില പെർഫോമൻസുകൾ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഡയറക്ടർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു 30 സെക്കൻഡ് കൂടുതൽ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ആ കരച്ചിലോ അല്ലെങ്കിൽ ആ നോട്ടമൊക്കെ. അതങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്, അത് കട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഒരു എഡിറ്ററിന്റെ ഏറ്റവും വലിയ ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് സെൻസാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ആ BGM-നും കൂടെ അത്ര സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സൈലന്റ് ആണെങ്കിൽ, ഇപ്പൊ അന്നയും റസൂലും എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൽ BGM-ഏ ഇല്ല അല്ലേ. അവള് മരിക്കുന്നൊരു പോർഷൻ ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്നൊരു പോർഷൻ, ഈ സമയത്ത് BGM ഇല്ല. അത് BGM ഇല്ലാത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ പുള്ളിയുടെ ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് മാത്രമാണ് പ്രേക്ഷകർക്ക്, അവിടെ BGM നോക്കേണ്ട കാര്യമില്ല അല്ലേ. അത് ആ ഒരു ഡയറക്ടറിന്റെയും അല്ലെങ്കിൽ എഡിറ്റ് ആരെങ്കിലൊക്കെ തീരുമാനിച്ചൊരു കാര്യമായിരിക്കാം, മനസ്സിലാവണ്ടേ. അതുപോലെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം മ്യൂസിക് സെപ്പറേറ്റ് ആയിരിക്കും, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ സമയത്ത് സിനിമയിൽ ഈ മ്യൂസിക് വരുന്നുണ്ട്, ആ സമയത്ത് ഇപ്പം മ്യൂസിക് വാങ്ങിച്ച് എന്തെങ്കിലും എഡിറ്റ് നോക്കുമോ, ഇന്നതിന് കറക്റ്റ് ആകുമോ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ശരിക്കും അങ്ങനെ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ റെഫറൻസ് മ്യൂസിക് അവിടെ ലൊക്കേഷനിൽ വെക്കും, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ അല്ലേ. പ്രേമലുവിൽ അവര് ആ ഒരു ലാബിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനകത്ത് ജിൽ ജിൽ ജഗ് മറ്റേ ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ആ മ്യൂസിക് ഇട്ടിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ ഡാൻസ് കളിച്ചിട്ടുള്ളത്. അപ്പം മ്യൂസിക് ഡയറക്ടറിന് ആ ബീറ്റിനനുസരിച്ചുള്ള ഒരു മ്യൂസിക്കാണ് സിനിമയിൽ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചിലതാണെന്നുണ്ടെങ്കിൽ ചില മ്യൂസിക്കുകൾ നമ്മൾ ആദ്യം മ്യൂസിക് ഡയറക്ടറോട് സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ ചോദിച്ച് വാങ്ങും. ഇപ്പം പ്രേമം എന്ന് പറഞ്ഞ മൂവിക്കകത്ത് അതിനകത്ത് ആ മറ്റേ അവർ കളിക്കുന്ന ഡാൻസ് ഇല്ലേ, അത് ആദ്യം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ലൊക്കേഷനിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യും. അതായത് ഇതുമായിട്ട് മാച്ച് ആയിട്ടില്ല. ഇപ്പം ചിലപ്പോൾ ഒരു ത്രില്ലിങ് ഒരു മൊമെന്റ് ഇവിടെ ചെയ്യാന്ന് വിചാരിച്ചു, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ പ്രേക്ഷകർ അത് ചെയ്യുന്ന ആൾക്കാർക്കും ആ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ആ എഡിറ്റിങ്ങിൽ അത് അവരുടേതായിട്ടുള്ള മ്യൂസിക്കായിട്ട് മാറ്റി വെച്ചു, അപ്പോൾ ഒരു താളം കിട്ടിക്കോളും. അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ അർത്ഥത്തിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളെ പറ്റി, ഇപ്പോൾ അഭിനയത്തെ പറ്റിയാണെങ്കിലും എഡിറ്റിങ്ങിനെ പറ്റിയാണെങ്കിലും ഡയറക്ടർ ചിന്തിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു ഇപ്പം മഹേഷ് നാരായൺ എന്ന് പറഞ്ഞൊരു ഫിലിം ഡയറക്ടർ, എഡിറ്റർ, ഓഫ് കോഴ്സ് ബെസ്റ്റ് ആ ഒരാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
എഡിറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹിഡൻ ആർട്ട്. എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നു, ഇറ്റ്സ് എ ഹിഡൻ ആർട്ട്. അത് എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ല, അതിന് ആ ഒരു സോളിൽ അത് ഉണ്ടാവണം. കാരണം എനിക്ക് തോന്നുന്നു, ഇപ്പം അർപ്പിതിനോട് സംസാരിച്ചപ്പം എനിക്കൊന്നും അത് ഒരിക്കലും ആ ഒരു ഫീൽഡൊന്നും എനിക്ക് ആലോചിക്കാനേ പറ്റുന്നതല്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സ്, ഫ്യൂച്ചർ എങ്ങനെയാണ്, ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഇപ്പം എന്താ വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഞാനൊരു എഡിറ്റർ എന്നുള്ള ലേബൽ കിട്ടിയതുകൊണ്ട് VFX വർക്കുകളും ഇങ്ങനെ എഡിറ്റിംഗ് വർക്കുകളും പിന്നെ ഓരോന്ന് ഇങ്ങനെ മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഷൂട്ടിംഗ് അങ്ങനത്തെ കുറേ വർക്കുകൾ ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടൊരു സംഭവം ചെയ്യണം. അതിൽ ഇപ്പം സ്കില്ല് കുറവുള്ളതെന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടാത്തതിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വർക്ക് എവിടെയെങ്കിലും ഇതേപോലൊരു കയ്യൊപ്പ് കിട്ടുന്നൊരു വർക്ക് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ഫ്യൂച്ചർ അതുപോലെ തന്നെ ഇപ്പോൾ മനക്കോട്ടെ നോക്കുകയാണെങ്കിലും ബിൽഡ് യുവർ ഡ്രീംസ്. എനിക്ക് തോന്നുന്നു ഡ്രീംസിന് ഒരുപാട് ഇമ്പോർട്ടൻസും ആ ഒരു ചാനലിനുണ്ട്. അപ്പം ഒരുപാട് എനിക്ക് തോന്നുന്നു പെയിൻഫുൾ അല്ലെങ്കിൽ സ്ട്രഗിൾസിലൂടെയും ഹാർഡ് വർക്കിലൂടെ ഒക്കെ തന്നെയാണ് അർപ്പിത് ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. അപ്പം അർപ്പിതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡ്രീം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ആയിരിക്കും ഒന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ഡ്രീം ഞാൻ പറഞ്ഞില്ല, അവസാനിക്കാത്ത സ്വപ്നങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരു കാലത്ത് കണ്ട സ്വപ്നത്തിൽ നിന്ന് 10 ഇരട്ടിയായിട്ടുണ്ട് ഇപ്പോഴത്തെ സ്വപ്നം. ഒരു കാലത്ത് കണ്ട സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കണേ അല്ലേ. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ ചെറുതാണ്. ഞാൻ ഇനി അടുത്ത സ്വപ്നം അപ്പം മനക്കോട്ട പോലെ തന്നെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഡ്രീം. ഏത് കാലത്തും എന്താഗ്രഹിച്ചോ അതൊരു 5 വർഷത്തിനുള്ളിൽ കിട്ടുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനക്കോട്ട കെട്ടിക്കോളൂ. കാരണം മനക്കോട്ട കെട്ടിയ ഒരാൾ തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എനിവേ ഒരുപാട് സന്തോഷം ഇവിടെ എത്തിയതിനും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.